എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. നാളെ തിരുവോണാണ്. ഒത്തിരി പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, നാളെന്താ പരിപാടി, നാളെന്താ പരിപാടി, വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്തില്ലല്ലോ, എന്താണ് എന്നുള്ളതൊന്ന് പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ കരുതി ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. നാളെ സത്യം പറയാച്ചാൽ എനിക്കൊരു പ്ലാനും ഇല്ല കേട്ടോ. ഞങ്ങൾ ടൂറ് പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ എനിക്ക് കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാനും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ടൂറ് ഞങ്ങൾ ഓൾറെഡി പോയിട്ട് വന്നതുമായിരുന്നു. ഞങ്ങൾ മിക്കതും പോവാറ് ഹൈ റേഞ്ചിലേക്കാണ്. എന്ന് വെച്ചാൽ വയനാട് ചുരം ആ ഭാഗത്തേക്കാണ് ഞങ്ങൾ പോവാറ്. വേറെ എങ്ങോട്ടും അങ്ങനെ വൺ ഡേ ഒന്നും ടൂർ അടിച്ചിട്ട് പോയിട്ട് വരാനുള്ളതൊന്നും നമുക്ക് വയനാട്ടിൽ തന്നെ കാണാൻ കാഴ്ചകൾ ഒരുപാടുണ്ടല്ലോ. കണ്ടാലും കണ്ടാലും തീരാത്ത ഒരുപാട് കാഴ്ചകളുണ്ട്. ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഞാൻ പോവാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് മനോഹരമായിട്ടുള്ള. അപ്പോൾ പോകണമെന്ന് കരുതി പിന്നീട് അത് ക്യാൻസലാക്കിയതാണ്. അപ്പോൾ പലരും ഇപ്പം ഞാൻ ഫോൺ എടുത്ത് നോക്കിയ സമയത്ത് എന്താ വീഡിയോസൊന്നും ഇല്ലാത്ത, എന്താണ് നാളത്തെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ സത്യം പറയാച്ചാൽ ഞാൻ ഒരു വൈകുന്നേരം 5 മണി വരെ കിടത്തത്തിലായിരുന്നു കേട്ടോ. ഉറക്കന്നായിരുന്നു പണി. എന്താ വെച്ചാൽ ഇന്നും നാളെയൊക്കെ ആയിട്ട് DTDC ലീവാണല്ലോ. അപ്പോൾ ലീവായതുകൊണ്ട് പിന്നെ ശനിയാഴ്ച നബിദിനായതുകൊണ്ട് അതും തുറക്കത്തില്ല. അപ്പോൾ തിങ്കളാഴ്ച തന്നെ DTDC തുറക്കുള്ളൂ. അപ്പോൾ പലർക്കും ഫോട്ടോ എത്തിക്കാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊന്ന് വർക്ക് കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് 2 ദിവസം ഞാനൊരു ഉറക്കൊഴിഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് എനിക്ക് ഇന്നലെ രാത്രി തുടങ്ങിയിട്ടുണ്ട് മൈഗ്രെയിൻ്റെ ഒരു പ്രശ്നം. ഞാൻ വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാതിരുന്ന കേട്ടോ. കാരണം എനിക്ക് നല്ല വിലക്ക് കിട്ടുന്നുണ്ട്. വിലക്ക് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കളുടെ വാക്ക് കേട്ടിട്ടില്ലേ, പിന്നെ ആരുടെ വാക്കാ കേൾക്കുക. എനിക്ക് ഒരുപാട് ഫോട്ടോസ് കൊറിയർ ചെയ്യാനുള്ളതും ഫോട്ടോസിൻ്റെ സാധനം മേടിക്കുന്നതും അതേപോലെ ഫോട്ടോ വർക്ക് ചെയ്യുന്നതൊക്കെ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ ഇന്നലെയും കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മുമ്പേ ഉമ്മ പറയും, നീ ഇതൊന്നും പോസ്റ്റ് ചെയ്യല്ലേ, മനുഷ്യന്മാരുടെ പ്രാക്ക് കിട്ടും. ഒരുപാട് ആൾക്കാർ വരയ്ക്കാൻ അറിയുന്ന ആൾക്കാരുണ്ട്, അവർക്കൊന്നും ഇല്ലാത്ത വർക്ക് നിനക്കുണ്ട്. പിന്നെ അതേപോലെ ഒരുപാട് ആൾക്കാർ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നീ കഷ്ടപ്പെട്ട് ഇങ്ങനെ കൊറിയറൊക്കെ ചെയ്യുന്ന സമയത്ത് നീ എന്തോ വാരിക്കൂട്ടുക എന്നും പറഞ്ഞ് ഇങ്ങനെ പിരാകും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ഈ ഒരു ചെവി കൂടെ കിട്ടും മറ്റു ചെവി കൂടെ ഇങ്ങനെ ഇട്ട് കളിച്ചതാണ്. പക്ഷേ അമ്മ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ എനിക്കൊരു വിഷമം. കാരണം എനിക്ക് പല പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ചാൽ പല പ്രശ്നങ്ങളെന്ന് വെച്ചാൽ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലേക്കൊക്കെ ഹെൽത്ത് പോയിട്ട് ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ പറയും, ദൃഷ്ടിദോഷമാണ്, അത് സത്യമാണ്, നീ അതൊന്ന് വിശ്വസിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചതൊന്നും പോസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഉമ്മാക്ക് വിഷമം ഉണ്ടാകുന്നൊരു കാര്യം നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനതൊന്നും പോസ്റ്റ് ചെയ്യാതിരുന്നത്. അപ്പോൾ 2 ദിവസം ഞാൻ ഉറക്കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് ഇന്നലെ രാത്രി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ മൈഗ്രെയിൻ. അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിക്കില്ല എന്ന് എനിക്ക് വാശി. കാരണം ഒരു 1 വീക്കായിട്ടുള്ള ഞാൻ ഇഞ്ചക്ഷൻ എടുത്തിട്ട്. പിന്നെ ഇങ്ങനെ നിരന്തരം ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് പോയാൽ എൻ്റെ കിഡ്നി അടിച്ചു പോകും. പിന്നെ നിങ്ങൾക്കൊക്കെ ന്യൂസ് കൊടുക്കാനതാവും, ജസ്നയുടെ കിഡ്നി അടിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ടൊരു ന്യൂസ് കൊടുപ്പിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇഞ്ചക്ഷൻ എടുക്കില്ല എന്ന് വാശി പിടിച്ച്. പക്ഷേ ഒരു 4:30 ആയപ്പോൾ സമയത്ത് എനിക്ക് ഭയങ്കര പെയിൻ വന്നു. അങ്ങനെ പിന്നെ അരുണിനെ വിളിച്ചെടുത്ത് ഞാൻ അവനോട് പറഞ്ഞു, എനിക്ക് ഗുളിക കിട്ടാതെ പറ്റൂല, നീ പോയിട്ടൊരു ഗുളിക മേടിച്ചിട്ടുണ്ടാകുന്ന പറഞ്ഞിട്ട് അവന് ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മൈഗ്രെയിനുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ് ഞാൻ പറയുന്നത്. ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഗുളിക ഉണ്ട്, അത് മേടിച്ച് കുടിച്ചാൽ മതി. കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ ഗുളികക്ക്. 2 ഗുളികക്ക് 149 രൂപ കണ്ടു വരുന്നുണ്ട്. അപ്പം ആ ഗുളിക കുടിച്ചതിന് ശേഷം ആണെന്ന് റിലാക്സ് ആയത്. പിന്നെ അവൻ പഴംപൊരി മേടിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പുലർച്ചെ സ്ഥിരമായിട്ട് നല്ല അവന് നേരത്തേക്കാണ് എഴുന്നേക്കെന്ന് വെച്ചാൽ എനിക്ക് മേടിച്ചുകൊണ്ട് തരുന്നത്. അപ്പോൾ പഴംപൊരിയും ചായ കുടിച്ചിട്ടില്ല. ഞാൻ ചായ കുറവായതുകൊണ്ട് എന്നെ കളിയാക്കിയിട്ടുണ്ട്, നീ പാല് മാത്രമേ കുടിക്കുള്ളൂ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ പാലെടുത്തോന്ന് വെച്ചാൽ കുടിക്കാനൊന്നും നിന്നില്ല. അങ്ങനെ അതും കഴിച്ചു. ഒരു കിടന്നിട്ട് 12 മണിയായപ്പോൾ എഴുന്നേറ്റത്. 12 മണിയായപ്പോൾ എഴുന്നേറ്റ സമയത്ത് ഹോട്ടലിൽ നിന്ന്
പയ്യൻ ഫുഡ് കൊണ്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതും കഴിച്ച് പിന്നെയും കിടന്നിട്ട് 4:30-5 മണിയാകുമ്പോൾ ഞാൻ എഴുന്നേൽക്കുന്നത്. അതുവരെ കിടന്നതാണ്. കാരണം രാത്രി എനിക്ക് തീരെ ഉറങ്ങാൻ പറ്റില്ല, തലവേദന ആയതുകൊണ്ട്. അപ്പോൾ ഫോണെടുത്ത് നോക്കിയപ്പോഴാണ് ഓണത്തിൻ്റെ വിശേഷങ്ങളൊന്നും പങ്കുവെച്ച്. കാരണം എൻ്റെ ഫോളോവേഴ്സിൽ പലരും എൻ്റെ നമ്പർ സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുത്തിട്ട് എനിക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് ചെയ്യാം. ഞാൻ പലരുടെയും നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്നെ അത്രമേൽ ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാരുടെ പേര് ചുമ്മാ സേവ് ചെയ്ത് വെച്ചിട്ട് അവരെൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പം ഇങ്ങനെ എന്താ പരിപാടിയൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്കൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വീഡിയോ ചെയ്യാൻ തന്നെ വന്നത്. ജസ്റ്റ് കുറച്ചായിട്ട് 5 മണി 5:45 കണ്ടായിട്ടുണ്ട് കുളിക്കുമ്പം. കാരണം ഉറങ്ങി എഴുന്നേറ്റ് ഭയങ്കര പകൽ കിടന്നാൽ നമുക്ക് വല്ലാത്തൊരു എന്താ പറയുക, ഒരു അന്താളിപ്പ് എന്നൊക്കെ പറയല്ലേ, ആ ഒരു ഫീലാണ്. എഴുന്നേറ്റ് നോക്കുമ്പോൾ മറ്റേ ഫ്രണ്ട്സ് സിനിമയിൽ ജയറാമിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, ഒരു ഇരിപ്പാണ് ഞാൻ. ഏജാതി ഇരിപ്പ് എന്ന് പറയുമോ. അങ്ങനെ പിന്നെ പേരക്കേക്ക് ഉണ്ടായിരുന്നു, ആക്കൊന്ന് കട്ട് ചെയ്ത് കഴിച്ചപ്പം പിന്നെ കിച്ചണാണെങ്കിൽ ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ്ടായും. കാരണം ഇന്നലെയൊന്നും ഞാൻ സത്യം പറയാ വെച്ചാൽ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് 2-3 ദിവസമായി ഗൈസ്. ഹോട്ടലിൽ ഫുഡാണ്. പാത്രങ്ങൾ കഴുകാനുണ്ട്, അലക്കാനുണ്ട്, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പാത്രമൊക്കെ കഴുകി വെച്ച് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. പ്രിയേ എൻ്റെ മക്കളുണ്ടായിരുന്നേ മക്കൾ ചെയ്യാനും, മക്കളിന്ന് വീട്ടിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് മക്കൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തു. ഭയങ്കര ഒരു മോശം പ്രവൃത്തി പോലെ പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ത്രീ എൻ്റെ കുഞ്ഞുങ്ങളെ വീട്ടിൽ പണിയെടുക്കുന്നു എന്ന് പറഞ്ഞു. ഇവർക്ക് അറിയില്ല കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണം. കാരണം അവർ അവരുടേതായിട്ടുള്ള സ്റ്റാൻഡിൽ നിൽക്കണം. അവർക്ക് ആരുടെയും ഒരു, ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ പിള്ളേരോട്, ആരുടെയും ഒരു എന്താ പറയുക, ഒരു ഹെൽപ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് വാങ്ങുന്നതിനെക്കാട്ടിൽ നല്ലത് നമ്മൾ സ്വയം എന്താ പറയുക സ്വയം ജീവിക്കണം. സ്വയം എന്ന് വെച്ചാൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ ജീവിക്കണം എന്ന് എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് എൻ്റെ മക്കൾ 2 പേരും ഒരു ചായ വേണേ അവരിടും. എൻ്റെ മോള് ബ്രെഡ് പൊരിക്കും, ബ്രെഡ് മുട്ടയും ഇതൊക്കെ ആക്കിയിട്ട് പൊരിക്കും. അവൾ ചപ്പാത്തി ചുടും. കറി വെക്കാനൊന്നും അറിയില്ല കേട്ടോ. മോനാണെങ്കിൽ മുട്ട ഉപയോഗിച്ചിട്ട് എന്താ ഉണ്ടാക്കുക എന്ന് പറയാൻ പറ്റിയില്ല. പക്ഷെ അവന് വിശന്നാൽ അവൻ എങ്ങനെയെങ്കിലും അത് റെഡിയാക്കിയെടുക്കും. കാരണം എൻ്റെ വർക്ക് അങ്ങനെയാണെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇതും പ്രിയ തന്നെ പറഞ്ഞൊരു വാക്കാണ്. ഒരു ചിത്രം വരയ്ക്കുന്ന ഒരാൾക്ക് കൈയിൻ്റെ മുകളിലോ ഡ്രസ്സിലോ നമ്മൾ വരയ്ക്കുന്ന സ്ഥലത്തോ ആകാതെ വരയ്ക്കാൻ പറ്റുമെന്ന് ആ പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വരയ്ക്കാനിരുന്ന്, അപ്പോൾ എൻ്റെ മക്കൾ ക്ലാസ് വിട്ട് വരുന്ന വഴിക്ക് 2 കൈ നിറയെ പെയിൻ്റായിട്ടായിരിക്കും ഞാൻ ഇരിക്കുക. ഇവിടെ പെയിൻറ്റിൻ്റെ കഥ പറഞ്ഞപ്പോൾ പെയിൻറ്റ് പോയിട്ടില്ല ഗൈസ്, ഇപ്പോഴുണ്ട് പെയിൻറ്റ്. അപ്പോൾ അവർ വരുന്ന സമയത്ത് കൈ നിറയെ പെയിൻ്റ് ആയിരിക്കും. അപ്പം ആ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് നല്ല പെയിൻറ്റും വെച്ചിട്ട് ഞാൻ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് അവർ പട്ടിണി കിടക്കുന്ന തന്നെ. കാരണം ആ പെയിൻറ്റ് വായിട്ട് പോയാൽ എന്താ അവസ്ഥ എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താ വെച്ചാൽ അവർ കുളിച്ച് വന്നിട്ട് എന്നോട് ചോദിക്കും ഉമ്മ ചായ വേണമെന്ന് ചോദിക്കും. കാരണം എൻ്റെ മോൻ ചെറിയ മോനൊന്നുമല്ല, 15 വയസ്സ്. മറ്റന്നാൾ ശനിയാഴ്ചത്തേക്ക് എൻ്റെ മകന് 16 വയസ്സാവുകയാണ്. അറിയോ, 16 വയസ്സിന് ആയൊരു കുട്ടിയുടെ അമ്മയാണ് ഞാൻ. പ്രൗഡ്. ശരിക്കും ഫെബ്രുവരി 26-നാണ്, പക്ഷേ റബീഉൽ അവ്വൽ 12-ൻ്റെ അന്നാണ് എൻ്റെ മകൻ ജനിച്ചത്. അപ്പം മതമില്ലാത്ത ഞാൻ എന്തിനാണ് ഇതൊക്കെ നോക്കുന്നതെന്ന് ചോദിച്ചിട്ട് കമൻ്റ് ഇടാൻ വരും. പക്ഷേ റബീഉൽ അവ്വൽ 12-നായതുകൊണ്ട് എൻ്റെ മകന് 16-ാമത്തെ വയസ്സാവുകയാണ്. പ്രൗഡ് മമ്മി തന്നെ. അപ്പം അങ്ങനെ അവളുടെ വിചാരം എൻ്റെ കുട്ടി ചെറുതാണെന്നാണ്. അപ്പോൾ നമ്മൾ കാര്യത്തിൽ നിന്ന് വിട്ടുപോയി. ഇങ്ങനെ കഥ പറഞ്ഞ് ഒരുപാട് കഥകൾ പറഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഓണപ്പരിപാടി, അപ്പോൾ പ്രത്യേകിച്ച് ഓണപ്പരിപാടിയൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ എങ്ങോട്ടെങ്കിലും പോകണമെന്ന് വെച്ചത്, ഫൈനലി ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. പിന്നെ എനിക്ക് ഭയങ്കര ഒരാഗ്രഹമായിരുന്നു ഓണസദ്യ കഴിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ നേരത്തെ എൻ്റെ സിസ്റ്റർ വിളിച്ച സമയത്ത് അവളോട് പറഞ്ഞു ഒരു ഓണസദ്യ കഴിക്കാൻ പൂതിയാവുന്നടി,
അവൾ പറഞ്ഞു അവൾ നാളെ അവിടെ വീട്ടിൽ സാമ്പാറൊക്കെ വെക്കുന്നുണ്ട്, നീ ഇങ്ങോട്ടിങ്ങ് പോരീന്ന് പറഞ്ഞു. പക്ഷേ എനിക്കതൊരു മടി പോലെ തോന്നുക. പിന്നെ അവിടെ നിന്ന് അപ്പോൾ ഓണസദ്യ കഴിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുക. നിങ്ങൾ ആരെങ്കിലും കോഴിക്കോട് ജില്ലയിലുള്ള ആൾക്കാർ ആരെങ്കിലും ഓണസദ്യ ഉണ്ടാക്കുന്നുണ്ടേ എന്നെ വിളിച്ചോളൂ, ഞാൻ വരാം. ആദ്യമൊക്കെ വേണ്ടാന്നൊക്കെ പറയാ എന്ന് വിചാരിക്കുന്നു, പക്ഷെ വേണ്ടാന്നൊന്നും പറയില്ല, ഞാൻ വരും കേട്ടോ. അപ്പം കോഴിക്കോട് അംബികയിൽ മിനിയാന്ന് കയറിയ സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ തൊട്ടിട്ട് അവിടെ സദ്യ ഉണ്ട്. അപ്പം ഇന്ന് പോകണമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ അരുണിനോട് ചോദിച്ചു, നീ ബസ്സിൽ ഉച്ചയ്ക്ക് ഞാൻ വന്നാൽ, അവൻ ബസ്സിലാണ് ഇന്ന്, രാവണനിലാണ്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വന്നാൽ നമ്മൾ അംബികയിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ ഞാൻ എഴുന്നേറ്റ് തന്നെ 5 മണി ആ ഒരു സമയത്താണ്, അതുകൊണ്ട് അതും പോയി. അപ്പോൾ ഒരു ഓണസദ്യ കഴിക്കാൻ പൂതിയുണ്ട്. പിന്നെ ഓണക്കോടി 2 ഡ്രസ്സ് എനിക്കിവിടെ ഞാൻ ഓണക്കോടിയായാലും അല്ലെങ്കിലും ഓണക്കോടിയായിട്ടോ അമ്മ മേടിച്ചു തന്നതാണ്. അപ്പോൾ അതൊക്കെ ഉണ്ട്, അതൊന്നും ഷേപ്പ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഓണക്കോടി എടുക്കുക, അല്ല ഓണക്കോടി എടുക്കുക, റീലെടുക്കുക, ധാവണി ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നോക്കട്ടെ, എനിക്കൊന്നിനും ഒരു മൂഡില്ല. അപ്പം അങ്ങനെയാണ്. എനിക്ക് ഓണസദ്യ കഴിക്കാൻ നല്ല ഇതുണ്ട്. എവിടെ നിന്ന് കഴിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നാളെ തിരുവോണം, ഇന്ന് ഞാൻ പറ്റ കിടന്നു പോയി. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഹെൽത്ത് നോക്കിയിട്ട് വേണം എന്തൊരു വർക്കും ചെയ്യാൻ. പറയുന്നത് ആരാന്ന് നോക്കണ്ട കേട്ടോ, എൻ്റെ ഉമ്മ എപ്പോഴും പറയും, നമ്മൾ അമ്മമാരുടെ വില മനസ്സിലാക്കണമെങ്കിൽ അമ്മയാവണമെന്നോ ഒക്കെ പറയാറില്ല. അതേപോലെ എൻ്റെ ഉമ്മ എപ്പോഴും പറയും, പട്ടിണി കിടന്നിട്ട് വരയ്ക്കല്ലേ മോളെ, ഹെൽത്ത് നോക്കിയിട്ട് വരയ്ക്കുന്നൊക്കെ. കാരണം ഞാൻ രാവിലെ വരയ്ക്കാനിരുന്നാൽ വൈകുന്നേരം വരെ കുത്തിരുന്ന് വരയ്ക്കും. ഒരു പച്ചവെള്ളം ഞാൻ കുടിക്കാറില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എനിക്ക് ഉറക്ക്, ഫുഡ്, ഇതൊക്കെ പ്രശ്നമായതുകൊണ്ടാണ് എനിക്ക് മൈഗ്രെയിൻ വിട്ടുമാറാത്തത്. പല പ്രാവശ്യം എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു, നീ ഇതൊന്ന് കറക്റ്റാക്ക്. പക്ഷെ ഞാൻ കറക്റ്റാക്കി. എൻ്റെ മറ്റേ തലേണൻ്റെ ചോട്ടിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഹെഡ്സെറ്റ് ഗുളിക. ഞാൻ നേരത്തെ ഒന്ന് എടുത്ത് കുടിക്കണം എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ച് കൺട്രോൾ ചെയ്യണം. എനിക്ക് ആദ്യമൊക്കെ എന്ന് വെച്ചാൽ ഇഞ്ചക്ഷൻ കിട്ടാതെ പെയിൻ മാറൂല എന്നുള്ളൊരു ഇതായിരുന്നു. അന്ന് ട്രമഡോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെഡിസിനായി മെഡിക്കൽ. അത് കുറച്ച് മറ്റേ എന്നെ അഡിക്ഷൻ സെൻറ്ററിലേക്ക് എത്തിക്കുന്നൊരു മരുന്നാണ്. ഞാൻ ചികിത്സക്ക് പോകുന്ന മൈഗ്രെയിന് പോകുന്ന ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഈ അടുത്ത് ഞാൻ അഡിക്ഷൻ സെൻറ്ററിലേക്ക് എഴുതേണ്ടി വരുമെന്ന്. അത് ഈ മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ അഡിക്റ്റായിട്ടുള്ളൊരു സംഭവം കേട്ടോ. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നും എനിക്കത് എന്നെ അറിയുന്ന ഡോക്ടർമാരാണെങ്കിൽ ചെയ്തു തരും. ഞാൻ പറഞ്ഞു, ഞാൻ അഡിക്റ്റ് അല്ല ഡോക്ടറെ എന്ന് പ്രത്യേകിച്ച് പറയും. പക്ഷേ ഞാനായിട്ടത് ആ മെഡിസിൻ എൻ്റെ ലൈഫിൽ നിന്ന് മാറ്റിയെടുത്താട്ടോ. ഇപ്പോൾ വേറെയാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ അഡിക്ഷൻ സെൻറ്ററിലൊക്കെ പോയാൽ ജസ്റ്റ് ഞാൻ അഡിക്ഷൻ സെൻറ്ററിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മയക്കുമരുന്ന്, കഞ്ചാവ് ഇതിൻ്റെയൊക്കെ പേരേ പറയുള്ളൂ. അല്ലാതെ മൈഗ്രെയിൻ്റെ മരുന്നടിച്ചിട്ടാണ് അവൾ അങ്ങനെ വന്നതെന്നൊന്നും പറയില്ല. അതൊക്കെ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ ഇത് മാറ്റിയെടുത്തതാണ്. അപ്പം അങ്ങനെയാണ്. അപ്പം തിരുവോണ ദിനത്തിൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഓണം വർഷത്തിലൊരിക്കലേ വരുള്ളൂ, അതാഘോഷിക്കണം. അടുത്ത ഓണത്തിനേക്ക് ഞാൻ ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ എന്തോ ഒരു മടി കുടുങ്ങിപ്പോയതാണ്. പിന്നെ ചിലപ്പോൾ ഞാൻ വിചാരിക്കും എങ്ങോട്ടെങ്കിലും പോയാലോ. പിള്ളേർക്കൊരു മറ്റന്നാൾ മോൻ്റെ പിറന്നാളാണ്. മോൻ്റെ പിറന്നാൾ വർഷത്തിൽ 2 പ്രാവശ്യം പിറന്നാൾ കഴിക്കുന്ന ആൾ ചിലപ്പോൾ എൻ്റെ മോനായിരിക്കും കേട്ടോ. അവന് റബീഉൽ അവ്വൽ 12 പറയുമ്പോഴേക്കും പറയും, പിറന്നാളല്ലേ എന്തെങ്കിലുമൊക്കെ മേടിച്ച് തന്നൂടെയാണ് ചോദിക്കും. നേരെ മറിച്ച് ഫെബ്രുവരി 26 ആകുമ്പോഴേക്കും 25 പറയും സ്കൂളിൽ, അതുകൊണ്ടോണം സ്കൂളിലേക്കൊക്കെ ഫെബ്രുവരിയിൽ കേട്ടോ കൊണ്ടുപോകുള്ളൂ. അപ്പം അങ്ങനെയാണ്. തിരുവോണം എന്നല്ലേ ഉള്ളൂ, ഒരു വർഷത്തിലൊരിക്കലല്ലേ ഉണ്ടാവുള്ളൂ. ആഘോഷിച്ചാലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. സമയമുണ്ടല്ലോ. ഇപ്പോഴത്തെ സമയം എന്തായി? 7 മണിയാവുന്ന, 6:55. ആലോചിക്കാൻ ഇനിയും സമയമുണ്ട്. അപ്പം അങ്ങനെയാണ് എൻ്റെ വിശേഷങ്ങൾ അറിയാൻ കാത്തു നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് മെസ്സേജ് കണ്ടപ്പം ഭയങ്കര ടയേർഡായിട്ടാണ് ഞാൻ. ഭയങ്കര ടയേർഡെന്ന് വെച്ചാൽ നല്ല ടയേർഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കണ്ണ് പകുത്തി വെച്ചിട്ട് തുറന്നിട്ടാണ് ഞാൻ ഫോണ് നോക്കിയത്. പക്ഷേ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. ഏതോ ഒരു സിനിമയിൽ കാണില്ലേ മറ്റേ ഒരു പിന്നെ
ആരെയായിരുന്നു ആരോ ഒന്ന് ഫോൺ വിളിച്ചപ്പോൾ അവൻ്റെ ഒരു ചിരി കണ്ട് അതേപോലെ എൻ്റെ പകുതി മുക്കാൽ അസുഖം അവിടെ മാറിപ്പോയി. അപ്പോൾ പിന്നെ ഒന്ന് എഴുന്നേറ്റ് ഒക്കെ ഒന്ന് കുളിച്ച് ഫ്രഷായി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കാനുള്ള ഒരു മൂഡ് ഉണ്ടാക്കി തന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആ സ്നേഹം എന്നും ഉണ്ടാവണം കേട്ടോ. എന്നെ ഇട്ടേച്ച് പോരുത്. എന്നെ ഇട്ടേച്ച് പോയാൽ ഞാൻ ആരും ഇല്ലാത്ത ഒരാളായി പോവും. അത് മറന്നുകൊണ്ട. അപ്പം അങ്ങനെയാണ്. അപ്പോൾ തിരുവോണ ദിനത്തിലുള്ളത് ഒന്നും തീരുമാനിച്ചിട്ടില്ല. നാളെയാണ് ആലോചിക്കാം. ഒന്നും പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാട്ടോ നിങ്ങളുടെ അടുത്ത് പറയാത്ത. പലരും വിചാരിച്ച് ഞാൻ എങ്ങോട്ടോ ടൂറ് പോയി എന്ന് കരുതിയിട്ടൊക്കെയാണ് പലരും എനിക്ക് മെസ്സേജ് അയച്ചത്. വീഡിയോസൊന്നും കാണുന്നില്ലല്ലോ. ഞാനിപ്പം നിലവിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് ഞാൻ ഗുരുവായൂർ പോകുന്നതിൻ്റെ മുമ്പായിട്ടെടുത്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ വിശേഷങ്ങൾ അറിയാൻ തിരിഞ്ഞിട്ട് ആകാംക്ഷഭരിതമായിട്ടുള്ള ആൾക്കാരുള്ളത് കൊണ്ടാണ്. എന്താവട്ടെ. അപ്പോൾ എല്ലാവർക്കും കൂടിയും എല്ലാവരോടും ഒരിക്കൽ കൂടിയും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പറയാണ്. എൻജോയ് ചെയ്യുക. വർഷത്തിലൊരിക്കലേ ഉള്ളൂ ഓണം. ഓക്കെ, അപ്പോൾ ഹാപ്പി ഓണം. ബൈ.